ഹലോ എവറി വൺ, വെൽക്കം ടു ദി സഹായക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ രാജ ഓർ വിദ്രോഹി എന്ന് പറയുന്ന നാടകത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. നമുക്ക് നോക്കാം. പേജ് നമ്പർ ഇത് വരുന്നത് പേജ് നമ്പർ 85 നമുക്ക് ഈ ഒരു പോർഷനാണ്. സേനാപതി കാ പ്രവേശ് എന്ന് പറഞ്ഞാൽ സേനാപതിയുടെ പ്രവേശനം. എന്നിട്ട് രാജാവ് പറയാണ്, രാജ തും പരേഷാൻ നസർ ആ രഹേ ഹോ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളൊരു വിഷമിക്കുന്ന ഒരു ടെൻഷനായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ ആരോടാ പറയുന്നത്? സേനാപതിനോട്. അപ്പോൾ സേനാപതി പറയാണ്, ജി മഹാരാജ് സാരി ബാത്തേം സുനിനെ പർ ആപ്പ് ബി പരേഷാൻ ഹോ ജായേ. എന്താ പറഞ്ഞത്? മഹാരാജാവേ, എല്ലാം കേട്ട് കഴിയുമ്പോൾ അങ്ങും വിഷമിച്ചു പോകും എന്നാണ് പറഞ്ഞത്. എന്താണ്? സാരി ബാത്തേം, എല്ലാ കാര്യങ്ങളും സുനിനെ കേട്ട് കേട്ടിട്ട് ആപ്പ് ബി, താങ്കളും പരേഷാൻ ഹോ ജായേ, എന്താവും, വിഷമിച്ചു പോകും. അപ്പോൾ രാജാവ് ചോദിച്ചു, എസെ ക്യാ ബാത് ഹേ, അതെന്ത് കാര്യമാണ്? അപ്പോൾ സേനാപതി പറഞ്ഞു, ജിസ് കാരൻ സേ യേ ലഡായി ലഡി ജാനി, എന്ത് കാരണത്താലാണ് യുദ്ധം ചെയ്യുന്നതെന്ന് വേ ഉസേ ടീക് നഹി സമജ്തേ, അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആർക്ക്? സൈനികർക്ക്. അപ്പോൾ രാജാ പറഞ്ഞു, इससे तो यही साबित होता है कि लड़ाई के कारण का प्रचार करने में तुमने ध्यान नहीं दिया था. എന്താ പറയുക? യുദ്ധത്തിന്റെ കാരണം പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ ആര്? സേനാപതി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വെളിപ്പെടുന്നത് എന്ന് ആര് പറഞ്ഞു? രാജാവ് പറഞ്ഞു. അപ്പോൾ സേനാപതി പറഞ്ഞു, ഉദർ ലഡായി ചൽ രഹി ഹെ, അവിടെ യുദ്ധം നടക്കുകയാണ്. സബ്സെ പെഹലെ മുझे വഹാം പഹുഞ്ചന ഹോഗാ, എനിക്ക് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അവിടെ എത്തണമെന്ന് സേനാപതി പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ऐसे ही करो पर याद रखना विद्रोहियों को माफ नहीं किया जाएगा. അപ്പോൾ രാജാവ് പറയാണ്, ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യൂ, പക്ഷേ കലാപക്കാരോട് ക്ഷമിക്കില്ല എന്ന കാര്യം ഓർക്കണമെന്ന് ആര് പറയാണ്? രാജാവ് പറയാണ്. അങ്ങനെ ഏക സൈനിക കാ പ്രവേശ്, ഒരു സൈനികം പ്രവേശിക്കുകയാണ്. അപ്പോൾ സൈനികം പറയാണ്, സേനാപതി ജി ഹം ലോഗ് ഹാർ ഗയേ, എന്താ പറഞ്ഞത്? സേനാപതി, നമ്മൾ തോറ്റുപോയി എന്ന് സൈനിക് പറഞ്ഞു. അപ്പോൾ സേനാപതി പറയാ, ഹാർ ഗയേ, തോറ്റുപോയോ? ക്യാ കഹത്തെ ഹോ, എന്തായി പറയുന്നേ? അബി തോ ലഡായി ശുരു ഹി ഹുയി തി, എന്താ പറഞ്ഞത്? തോറ്റുപോയോ? എന്തായി പറയുന്നത്? ഇപ്പോൾ തന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ യുദ്ധം, അല്ല യുദ്ധം ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ശുരുഹി ഹുയി പറഞ്ഞ് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ തന്നെ തോറ്റുപോയോ എന്ന് സേനാപതി ചോദിച്ചു. അപ്പോൾ സൈനിക് പറഞ്ഞു, ഹമാരെ ലോഗ് ബഡി സംഖ്യാമേ ഭാഗ് രഹേ ഹേ, എന്താണ്, നമ്മുടെ കുറേ പേര് ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജാവോ, എന്താണ്? ജാവോ ജാക്കർ ഉൻസെ കഹോ ജോ ഭാഗേഗ നഹി ഉസെ ഇനാം ദിയാ ജായേഗ, എന്താ രാജാവ് പറഞ്ഞത്? ചെന്ന് ഓടി പോകാത്തവർക്ക് സമ്മാനം ഉണ്ടെന്ന് പറയൂ, അവർക്ക് രാജകീയമായ ആദരവുണ്ട്. ഉസ്ക രാജകീയ സമ്മാൻ ഹോക, അവർക്ക് രാജകീയമായ സമ്മാനം, രാജകീയമായ ആദരം ഉണ്ട്, അവരോട് പറ, ഓടി പോകാത്തവരോട് ചെന്ന് പറയാന്ന് പറഞ്ഞു. അപ്പോഴാണ് സൈനികവും കെ സാദ് ഹേം കാ പ്രവേശ്, സൈനികന്മാരുടെ കൂടെ ആര് വരുന്നു? ഹേമിന്റെ പ്രവേശനം. അപ്പോൾ ഹേം പറയാണ്, ആപ്പ് ബന്ദി ഹേ, താങ്കൾ ബന്ദിയാണ്. ആരോട് പറയാണ്? രാജാവിനോട്. അപ്പോൾ രാജാവ് പറയാണ്, സാവധാൻ ഹേം, സൂക്ഷിക്കണം ഹേം, സാവധാൻ, സൂക്ഷിക്കണം ഹേം, അറ്റൻഷൻ ഹേം എന്ന് പറഞ്ഞു. യമത് ബോലോക്കി മേം രാജാഹുവും, ഞാൻ രാജാവാണെന്ന കാര്യം നീ മറക്കരുത് എന്ന് ആരോട് പറയാണ്? ഹേമിനോട് രാജാവ് പറഞ്ഞു. അപ്പോൾ ഹേം പറഞ്ഞു, രാജാക്ക അധികാർ അപ്നെ കോ ദിയാ ഹെ, രാജാവിന്റെ അധികാരം താങ്കൾ നഷ്ടപ്പെടുത്തി. എന്നിട്ടോ ജനതാക്കെ ദർബാർ മേം ആപ് അപരാധി ഹെ, ജനങ്ങളുടെ സദസ്സിൽ താങ്കൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉൻഹിക്ക് ഫൈസലെ കാ പാലൻ കർണേ ആയാഹും, എന്താണ്, അവരുടെ തീരുമാനം നടപ്പിലാക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? ഹേം പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അപ്നെ ജിന്ദാ രഹ്തേ മേം ऐसा नहीं होना दूंगा, എന്താണ്, ഞാൻ ജീവിച്ചിരിക്കെ, അപ്നെ ജിന്ദാ, ഞാൻ ജീവിച്ചിരിക്കെ, രഹത്തെ അപ്പനാ ജിന്ദാ രഹത്തെ, ഞാൻ ജീവിച്ചിരിക്കെ അങ്ങനെ ആകാൻ അനുവദിക്കില്ല എന്ന് രാജാവ് പറഞ്ഞു. അപ്പോഴാണ് ജനതാക്ക പ്രവേശം, അങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങൾ പ്രവേശിക്കുന്നു. അപ്പോൾ ഹേം പറയാണ്, എന്താ പറഞ്ഞത്? പാപി രാജാക്കോ, ജനത പറയാണ്, പാപി രാജാക്ക നാശുഹോ, എന്താണ്, പാപിയായ രാജാവ് നശിക്കട്ടെ എന്ന് ജനങ്ങൾ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, സേനാപതി തുമ്ഹാരെ സാമനെ ഏസ അത്യാചാർ, സേനാപതി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതുപോലുള്ള ആക്രമമോ? എന്നിട്ട് പറയാണ്, തുമ്ഹാരി മഹാരാജ് കാ ഇസ് തര അപമാൻ കർണേ കി ഹിമ്മത്ത്, നിങ്ങളുടെ മഹാരാജാവിനെ ഇതുപോലെ അപമാനിക്കാനുള്ള ധൈര്യമോ നിങ്ങൾക്ക്? ഹിമ്മത്ത്, ധൈര്യമോ എന്ന് ചോദിച്ചു. അപ്പോൾ സേനാപതി പറഞ്ഞു, ആജ് മേരെ പാസ് കോയി അധികാർ നഹി ഹേ മഹാരാജ്, ഇന്നെനിക്ക് അധികാരമൊന്നുമില്ല മഹാരാജാവേ എന്ന് സേനാപതി പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ന്യായാധീഷ് ऐसे बदमाशों को तुम सजा क्यों नहीं देते, എന്താ ചോദിച്ചത്? രാജാവ് പറയാണ്, ഇങ്ങനെയുള്ള ആളുകൾക്ക്, ന്യായാധീഷ് എന്താണ്, ജഡ്ജി, ऐसे ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് ശിക്ഷ നൽകുന്നില്ല എന്ന് കൂടി ചോദിച്ചു. അപ്പോൾ ന്യായാധീശ് പറയാണ്, इसलिए कि न्याय इन्हीं के हाथ में है और इनके साथ पूरी सेना भी है, आप भी अब खामोश रहिए, രാജ്മുകുട് ഉദാർ ദീജിയെ ജനതാ കി ഭീഡ് മേ മിൽ ജായേ. എന്താ ജഡ്ജി പറഞ്ഞത്? നീതി ഇവരുടെ പക്ഷത്തായതുകൊണ്ട് ഇവരുടെ കൂടെയാണ് മുഴുവൻ സൈന്യവും ഉള്ളത്. നീതി ആരുടെ കൂടെയാണ്? ഹേമിന്റെ കൂടെയാണ്. അതുകൊണ്ട് മുഴുവൻ സൈന്യം, അത് മുഴുവൻ ജനങ്ങളും ആരുടെ കൂടെയാണ്? ഇപ്പോൾ ഹേമിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഇനി മൗനം പാലിക്കണം. കാമോഷ് എന്താണ്? സൈലൻസ്. മൗനം പാലിക്കേണ്ടത് ആരാണ്? രാജാവാണ്. രാജകീയ കിരീടം ഊരി തന്നോളൂ എന്നാര് പറയാണ്? ജഡ്ജി പറയാണ്. എന്നിട്ടോ ജനതാക്കി ബീഡ് മേ മിൽ ജായും, ജനതാക്കെ ബീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ ബീഡ്, കൂട്ടത്തിലേക്ക് കൂടിച്ചേർന്നോളൂ, മിൽ ജായും എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, തോ ലഡായി ഖതം ഹോ ഗയി, അപ്പോൾ യുദ്ധം അവസാനിച്ചോ? മഗർ ഇസേ ക്യാ ഹുവാ, എന്നാൽ ഇതുകൊണ്ട് എന്തുണ്ടായി? അദാലത്ത് തോ ഹേ ഹി, എന്നിട്ടോ കോടതിയുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, വഹാം തോ മേ അപ്നി ബാത്ത് രഖ് സക്താ ഹൂം, അവിടെയാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം അവതരിപ്പിക്കാം എന്ന് രാജാവ് പറഞ്ഞു. മേരി രാജ്യസഭാക്കെ ചാരൺ, എൻ്റെ രാജ്യസദസ്സിലുള്ള ചാരൺ എന്ന് പറഞ്ഞ സ്തുതി പാടകന്മാർ, മേരി ഓർ സേ ऐसा ഭാഷൻ देंगे कि मेरी നീതി ഹി ठीक है, എൻ്റെ രാജ്യസദസ്സിലുള്ള ആരാണ്? ചാരൺ എന്ന് പറഞ്ഞ സ്തുതി പാടകർ കോടതിയിൽ എൻ്റെ നീതി ശരിയാണെന്ന് എനിക്ക് വേണ്ടി സംസാരിക്കും എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറയാണ്,
न्यायाधीश जड्जी പറയാണ് രാജചരൺ की चाप सूली सुन सुनकर जनता के कान झंझना रहे हैं. എന്താ പറഞ്ഞതെന്നറിയോ? സ്തുതി പാഠകർ, രാജചരൺ की चाप सूली, സ്തുതി പാഠകരുടെ ചാപ് സൂലി എന്ന് പറഞ്ഞാൽ മുഖസ്തുതി, സുൻ സുൻകർ കേട്ട് കേട്ട്, ജനതയുടെ ജനങ്ങളുടെ, കാൻ എന്ന് പറഞ്ഞാൽ ചെവി, ജഞ്ജന കാൻ ജഞ്ജന എന്ന് പറഞ്ഞാൽ സ്വൈര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ജഡ്ജി പറഞ്ഞു. കാൻ ജഞ്ജന രഹേ പറഞ്ഞാൽ സ്വൈര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു മുझे पता है नमक का गुण गाएगा ही. എനിക്കറിയാം ഉണ്ട ചോറിന് അവൻ നന്ദി കാണിക്കുമെന്ന്. നമക് കാ ഗുൺ എന്ന് പറഞ്ഞാൽ ഉണ്ട ചോറിന് അവൻ നന്ദി കാണിക്കുമെന്ന് എനിക്കറിയാം. സമയ ആത്തെ ഹി മേ രാജചരൺ കോ പുരസ്കൃത് കരൂംഗ. എന്നിട്ട് എന്താ പറഞ്ഞത്? സമയമാകുമ്പോൾ ഞാൻ സ്തുതി പാഠകർക്ക് പുരസ്കാരം നൽകുമെന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം അപ്പോഴാണ് ന്യായാധീശ് പറയുന്നത് രാജചരനെ കഹാ ഹേ കി സിർഫ് മുകുട് ചിൻ ലേനെ സേ ഹി നഹി ചലേഗ. അപ്പോൾ ജഡ്ജി പറഞ്ഞ എന്താണെന്നറിയോ? രാജകിരീടം അപഹരിച്ചത് കൊണ്ട് മാത്രം പറ്റില്ല എന്ന് സ്തുതി പാഠകരും പറഞ്ഞു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? സ്തുതി പാഠകരും ഇന്ന് ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് പറഞ്ഞു, രാജാവ് പറഞ്ഞു ഈ ക്യാ കഹത്തെ ഹോ, ഇവരെന്താ പറയുന്നത്? തബ് തോ സച്ച്മുച്ച് മേരെ സാമനെ ഖത്രാ ഹേ. എന്താണ് ഈ പറയുന്നത്? അങ്ങനെയെങ്കിൽ സത്യത്തിൽ എന്റെ മുൻപിൽ അപകടമുണ്ട് എന്നാര് പറഞ്ഞു? രാജാവ് പറഞ്ഞു മേ അപ്നെ ദർബാരി കവി കി റായ് ജാനനാ ചാഹത്താ ഹൂം. ഇനി എന്റെ മുന്നിൽ ആര് മാത്രമേ ഉള്ളൂ? എന്റെ രാജസദസ്സിലെ കവി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനോട് ഞാൻ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ആര് പറയാണ്? രാജാവ് പറയാണ്. അപ്പോൾ ജഡ്ജി പറഞ്ഞു, എന്താണ് ജഡ്ജി പറഞ്ഞത്? ദർബാരി കവി അബ് വിജയി ജനതാ കി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ. രാജസദസ്സിലെ കവി ഇപ്പോൾ വിജയിച്ചവരുടെ വീരഗാഥയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഇവരെന്നും ജയങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ജയിച്ചവരെ കുറിച്ചാണ് എഴുതുന്നത്. ഇന്ന് നമ്മുടെ രാജാവ് തോറ്റുപോയിരിക്കുന്ന ഒരു രാജാവ് അനീതിയും അധർമ്മവും ചെയ്തതുകൊണ്ട്, ഇല്ലാത്ത കാര്യത്തിന് ഹേമിനെ കുറ്റവാളിയാക്കിയത് കൊണ്ടും ആരാണ് ഇവിടെ തോറ്റുപോയിരിക്കുന്നത്? രാജാവ്. എന്നിട്ട് പറയാണ്, രാജാവ് അവസാനം പറയാണ് തോ ആവോ മിത്ര ഹേം. അപ്പോൾ മിത്രനായ ഹേം തുമേ ബദായി, അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക്. എന്നിട്ടോ ധന്യ തുമ്ഹാര സാഹസ്, നിങ്ങളുടെ ധൈര്യം ധന്യമാകട്ടെ. എന്നിട്ടോ ജാനേക്ക് പെഹലെ, പോകുന്നതിന് മുൻപ് തുമേ ദോ, നിങ്ങളോട് എനിക്ക് രണ്ട് ഉപദേശം, എന്താണ് ദോ ഏക് സലാഹ് ദേനാ ചാഹത്താ, എനിക്ക് നിന്നോട് രണ്ട് ഉപദേശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രണ്ട് ഉപദേശം? തും രാജചരൺ കി പദ് കോക്കം, എനിക്ക് നിന്നോട് തുമേ ദോ ഏക്, രണ്ടോ, എനിക്ക് എന്ത് പറയാനുണ്ട് നിന്റെ അടുത്ത്? എനിക്ക് നിന്നെ ഒരു കാര്യം പറഞ്ഞു ഉപദേശിക്കാനുണ്ട് പറഞ്ഞു. ഒരു കാര്യം, എന്ത് കാര്യമാണത്? പറയാണ് തും രാജചരൺ എന്ന് പറഞ്ഞാൽ സ്തുതി പാഠകരുടെ, പദ് എന്ന് പറഞ്ഞാൽ പദവി, കദം കർദേന അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അബ് മേം വിദാലേത്ത ഹോം സാത്തിയും. എന്നിട്ട് എന്ത് പറയാണ്? ഈ രാജാവ് എല്ലാവരോടും വിട പറയുകയാണ്. എന്ത്? ഇനി ഞാൻ നിങ്ങളോട് വിട പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് രാജാവ് പോകുന്നു. ഇതാണ് നമ്മളുടെ നാടകം. നമ്മുടെ നാടകത്തിന്റെ പേരാണ് രാജ ഓർ വിദ്രോഹി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേർഷനും കൂടെ നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാടകം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.